ശക്തി വെളിപ്പെടുകയാ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാ. സാഹചര്യം പറയുന്നത് നിനക്ക് ഒന്നും തരത്തില്ല, ഒന്നും ഉണ്ടാക്കത്തില്ല. അറിയാം, അങ്ങനെ തന്നെ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ സത്യത്തിൽ അവൻ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അഭിഷേകത്തിൽ ആശ്രയിക്കുക. അവനോട് തന്നെ പറയുന്നു, ഞാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. അങ്ങനെ ആരെങ്കിലും ഈ ഹോളി വന്നിട്ടുണ്ടോ? അറിയാം, എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗത്തിനകത്ത് അറിയാം ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ കടബാധ്യത ജപ്തിയിലേക്ക് പോവുകയാണ്. അറിയാം, കടക്കാരൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. മക്കളെ എന്നും വൈകിട്ട് പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അറിയാം, എന്റെ വീട്ടിൽ ഒരു സമാധാനമില്ല. ഇതാ നിന്റെ സാഹചര്യം. പക്ഷെ നീ ഇവിടെ വന്ന് കൈയടിച്ചിട്ട് പറയാ, ഞാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നു. എനിക്ക് ഇന്ന് പകൽ ദൈവത്തിൽ നിന്നൊരു വിടുതൽ, എനിക്ക് ഇന്ന് പകൽ ദൈവത്തിൽ നിന്നൊരു മാറ്റം അത് ഞാൻ കാണുകയാ. സ്വന്തം ആരാധനയ്ക്കുള്ളവന്റെ മേളിൽ ചലിക്കാത്തത് എന്തോന്ന് ഈ സ്ഥലത്ത് ചലിക്കുന്നു, ഈ സ്ഥലത്ത് ചലിക്കുന്നു. ഭയങ്കര ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നു, ഭയങ്കര ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നു. സൗഖ്യം പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിക്കണം. ചില ഓപ്പറേഷനുകൾ മാറുന്നുണ്ടോ? ചില ദൈവപ്രവർത്തനങ്ങൾ സംഭവിക്കുക. പണിയുന്ന ദൈവം, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവർ വർഷങ്ങളിലും മാസങ്ങളിലും വലിയ മൺവിട്ട് അറിയാം പാരമ്പര്യമായി വലിയ ആഘോഷങ്ങൾ നടത്തുന്നവെന്ന നടുവിലില്ലാത്തത് ഈ വാടക കെട്ടിടത്തിനകത്ത് ചലിച്ചോണ്ടിരിക്കുക. ആ ആത്മാവിന്റെ ശക്തി എവിടെങ്കിലും വെളിപ്പെട്ട ഞാൻ വിളിച്ചു പറയുക. ഏതൻ തോട്ടത്തിനേക്കാൾ വലുതെന്തോ പ്രതീക്ഷിച്ചോ അത് വെളിപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു. കടമടച്ചോണ്ട് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിനകത്ത് വേറെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാം. അബ്രഹാം സാഹചര്യത്തിൽ നിന്നാളല്ല. അബ്രഹാം 99-ാമത്തെ വയസ്സിൽ ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചു. 19-ാമത്തെ വാക്യം വായിക്കുക. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയിരുന്നു. സാറയുടെ ഗർഭപാത്രം നിർജീവത്വവും താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചവരാണോ ഇതിനകത്തിരിക്കുന്നത്? അതോ വിശ്വാസത്തിൽ പുതുകുന്നവരാണോ? വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരാണോ? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ആദർശ മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നാളുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി ഒരു വാക്കിൽ ഈ ആരാധനയിൽ ദൈവം തുറക്കുന്നു. ചലിക്കുക ദൈവം ചലിക്കുക. ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നന്മ വീട്ടിനകത്ത് വെളിപ്പെടും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒട്ടും അങ്ങോട്ട് കയറുള്ള ആവശ്യമില്ല. ചില മണിക്കൂറിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നന്മ നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടും. അതിന് വിരോധമായി നിൽക്കുന്ന, നിന്നെ ദിവസങ്ങളായി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ചിരിയെ നഷ്ടപ്പെടുത്തിയ ആ കെട്ട് നിന്റെ വെളി കഴിഞ്ഞു പോകും. ഈ ആരാധനയ്ക്ക് നീ വന്നതുപോലും ആ വിഷയത്തിന് പോയിട്ടാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് സമാധാനം തരികയാണ്, നിനക്ക് സമാധാനം തരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ട് എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അടുത്ത പദം 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കട്ടെ. അവിശ്വാസം വരുമ്പോഴാണ് നമുക്ക് സംശയവും ഭയവും എല്ലാം വരുന്നത്. സംശയവും ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ?
നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, നീ വിശ്വാസത്തിൽ ബലപ്പെടും. വിശ്വാസത്തിൽ ബലപ്പെടും. വിശ്വാസത്തിൽ ബലപ്പെടേണ്ടതിന് ഒറ്റ മാർഗ്ഗമുള്ളൂ. ദൈവത്തെ ആരാധിക്കുക, ദൈവവചനത്തെ വായിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വചനം തിരിവെടുത്ത് അക്ഷരം കൊല്ലുന്നതാണെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നത്. വചനം നിന്റെ അകത്തോട്ട് വെളിപ്പെട്ടാൽ ഇന്നും പച്ചവെള്ളം വീഞ്ഞാകുന്നത് നീ കാണും. ഇന്നും പടക് നിറയുന്നത് നീ കാണും. ഇന്നും മരിച്ച ലാസർ പുറത്തു വരുന്നത് നീ കാണും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് പറ, നിനക്ക് വേണ്ടി എന്തോ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ആത്മാവനത്തിന്റെ നടുവിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ പറ്റും കേട്ടോ. കാരാഗ്രഹങ്ങൾ നോക്കിയ സാഹചര്യം അവതരിക്കുന്നവരെല്ലാം നോക്കുന്നുണ്ട്. പൗലോസും ശീലാസും അകത്തെ തടവറയിൽ അവസാനിക്കുമെന്ന് പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ ആരാധിക്കുക. വിശ്വാസത്തിൽ ബലപ്പെട്ട ശത്രു നാടുകൾ കെട്ടിക്കൊണ്ടിരുന്നതിന് എന്റെ ദൈവം ഇന്ന് അണിക്കും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ അറിയാം മനുഷ്യപുത്രൻ വെളിപ്പെട്ടത്. ഞാൻ ആത്മാവിനെ വിളിച്ചു പറയും, എത്ര സമയം കൊണ്ടാണ് കെട്ടിയെന്ന് അറിയത്തില്ല, എത്ര സമയം കൊണ്ടാണ് ലാസറിനെ അറിയാം ആ കല്ലറയിൽ കയറ്റിയെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വാ. എന്നിട്ട് അടുത്ത പദം എഴുതിയിരിക്കുന്നു, അവന്റെ കെട്ടുകളെ അഴിപ്പാൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് ശത്രു പ്ലാൻ ചെയ്ത് കെട്ടിയതിന് ഇന്നൊറ്റ ശബ്ദത്തിൽ അവൻ അഴിക്കുക. ഇന്നൊറ്റ ശബ്ദത്തിൽ അവൻ അഴിക്കുക. ആ മഴയെ പ്രതീക്ഷിച്ചു. എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ സിസി എന്ന് പറഞ്ഞൊരു സൗകര്യം വൈകിട്ട് എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗിൽ വരാറുള്ള സൗകര്യം. ആ സൗകര്യം വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ സൗകര്യം പല സേവനിക്കുന്നുണ്ട്. അവൾ നിൽക്കുമ്പോൾ ഞാൻ കണ്ടു അവളുടെ അടുക്കലേക്ക് ഒരു ദൈവശക്തി ഇറങ്ങി വരുന്നു. എനിക്ക് മനസ്സിലായി ഈ തലം വെളിപ്പെട്ടാൽ എനിക്കറിയാം അന്നൊരു അത്ഭുതമാണ് വഴി നടക്കുക. ഞാൻ ആ സൗകര്യോട് പറഞ്ഞത് ദൈവാത്മാവിൽ നടന്നുകൊണ്ട് അറിയാം. ലോകം കാണാത്തതും മെഡിക്കൽ സയൻസ് കാണാത്ത ഒരു സംഭവം നടന്നുകൊണ്ട് അവിടെ നട്ടലിന്റെ ഈ അറിയാം ബാക്ക് സൈഡിൽ ഒരു തെല്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അതില്. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു, ഇത് സ്കാൻ എടുത്ത് MRI സ്കാൻ എടുക്കണം, റിപ്പോർട്ടുകൾ ഒന്നിനും ടെസ്റ്റ് എടുക്കണം. വരുന്ന ഞായറാഴ്ച ആരാധന നടക്കുന്നത്, വരുന്ന ചൊവ്വാഴ്ച റിപ്പോർട്ട് അറിയാം സ്കാൻ ചെയ്യണം. ആ ആഴ്ച റിപ്പോർട്ട് പോയിട്ട് വരണം. ഹല്ലേലൂയ. ഇവിടെ അറിയാം ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ്, മോള് മാത്രമേ ഉള്ളൂ, നോക്കാൻ ആരുമില്ല, സാഹചര്യത്തിൽ സഹായിക്കാൻ ആരുമില്ല. പക്ഷെ കണ്ണുനീരോടെ ആ ആരാധന വന്നുന്ന ആ സഹോദരിയുടെ അടുക്കൽ ദൈവത്തിന്റെ വെളിച്ചമാകുന്ന എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ആ സഹോദരിയെ ഫ്രണ്ടിലോട്ട് വിളിച്ച് കൈവച്ചത് പറഞ്ഞു, ഇന്ന് നിന്റെ വിടുതലാന്ന് പറഞ്ഞു. അവള് പൊട്ടിക്കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു, MRI എടുക്കണമെന്ന്. അത് മാത്രമേ എനിക്ക് കേട്ടോളൂ. ഞാൻ പറഞ്ഞു, അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നതിന് ദൈവശക്തിയാൽ സൗദി താഴെ വീണു. അവിടുത്തെ പ്രത്യേകത നല്ല പുൽപ്പിട്ടിട്ടൊക്കെ സ്ഥലമാണ്, അല്ലെങ്കിൽ കാർപ്പറ്റിട്ടൊക്കെ സ്ഥലമാണ്. ഒന്നും സംഭവിച്ചില്ല. അവൾ എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ തിരക്കുകളൊന്നും നോക്കിയില്ല. പക്ഷെ വൈകിട്ട് ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തെള്ളി എള്ള് ഇപ്പൊ കാണാനില്ല. പക്ഷെ ഒറ്റ സ്പർശനത്തിൽ ദൈവം അതിനെ അപ്രത്യക്ഷമാക്കി. ഇനി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഈ വിശ്വാസത്തിൽ ബലപ്പെടാൻ പറ്റുമെങ്കിൽ, ഇന്നത്തെ മീറ്റിംഗിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. സാഹചര്യത്തിലല്ല, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നു. സാഹചര്യം നിങ്ങൾ നോക്കിയേ, സാഹചര്യത്തിനകത്ത് സിംഹക്കുഴിയിൽ വീണ ഒരുത്തൻ രക്ഷപ്പെട്ട ചരിത്രമില്ല. സിംഹം അവനെ തിന്നിരിക്കും. പക്ഷെ വിശ്വാസത്തിലും പ്രാർത്ഥനയിൽ നിൽക്കുന്ന ദാനിയേല് സാഹചര്യത്തെ നോക്കിയതല്ല, ദൂതൻ അവന്റെ വായടച്ചു പറഞ്ഞു. സിംഹത്തിന്റെ വായടച്ചു. നിന്നെ വിഴുങ്ങുമെന്നും നിന്നെ അവസാനിപ്പിക്കുമെന്നും പറയുന്ന എല്ലാത്തടത്തും ഇന്നത്തെ മീറ്റിംഗിൽ ഒരു അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ സാഹചര്യത്തെ ജയിക്കാൻ പോകുന്നത്. സാഹചര്യത്തെ ജയിക്കാൻ പോകുന്നത്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. പത്മോസിൽ ചെല്ലുന്ന എല്ലാവരും അവിടുത്തെ പാമ്പ് കടിയേറ്റത്, അവിടുത്തെ കഴുകന്മാർക്ക് ആഹാരമായി മാറുന്നത് അറിയാം. പക്ഷെ പത്മോസിൽ ചെന്ന യോഹന്നാൻ ഇതാ ഒരു പുതിയ തുടക്കമിടുകയാണ്. വെളിപ്പാട് ആരും എഴുതാത്ത, ആരും കാണാത്ത വെളിപ്പാടിന്റെ പുസ്തകത്തെ ഇതാ പത്മോസിൽ അവൻ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ സാഹചര്യത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
ഭാഗം വായിച്ചതിൻ്റെ കൂടെ എന്നെ ഇനി ഇങ്ങോട്ട് അയക്കുമ്പോൾ പറഞ്ഞൊരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി എല്ലാവർക്കും വേണ്ടി. ഇന്ന് ഭയങ്കര വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 28 തുടങ്ങിയ വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. അവിടെ 22 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു, അക്കരയ്ക്ക് പോകും. അവന് നിർബന്ധിച്ച ചിലവരിലൂടെ വന്നിട്ടുണ്ട്. അവൻ വിളിച്ചവർ ചിലവരിലൂടെ വന്നിട്ടുണ്ട്. അവർ അത്ഭുതങ്ങൾ കാണാതെ പോകത്തില്ല. നിർബന്ധിച്ചിത അവൻ അക്കരയ്ക്ക് യാത്രയായി. അവർ പടകിനകത്ത് കയറി. ഞാൻ ഒരു പദം പറഞ്ഞിട്ട് പോകട്ടെ. കരയിലിരിക്കുന്ന പടം ഒരിക്കലും അക്കരെ പോകത്തില്ല. പടക് എപ്പോൾ വെള്ളത്തിൽ ഇറങ്ങും അത് അക്കരയ്ക്ക് മുങ്ങിയെത്തുന്നു. ഇതാ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകും. അക്കരയ്ക്ക് പോകുന്ന ജീവനങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രതികൂലമായ തിരമാലകൾ കാണാം, അവസാനിപ്പിക്കുന്നവർ വെല്ലുവിളിക്കുന്ന കാറ്റുകൾ കാണാം. പക്ഷെ നീ വിശ്വസിക്കണം, നിന്നെ വിളിച്ചവനെ. നീ വിശ്വസിക്കണം, നിന്നെ വിളിച്ചവനെ. നീ വിശ്വസിക്കണം, നിന്നെ വിളിച്ചവനെ. പടകോ പല നാഴിക ദൂരത്തായി കാറ്റ് വിരോധമായി വീശുകയായി. അവർ തിരമാലയിൽ മഴഞ്ഞു വല്ലാത്ത ഭാരത്തിലായി. അവർ അവസാനിക്കുമെന്ന് അവർക്ക് തോന്നി. ആ നിലയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് തിരമാലയുടെ മുകളിലൂടെ വരികയാണ്. ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞോട്ടെ, നിന്നെ അവസാനിപ്പിക്കുമെന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന പ്രശ്നത്തിന്റെ മുകളിലായ എന്റെ ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഏതെല്ലാം പ്രശ്നത്തിൽ വന്നു നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ പ്രശ്നത്തിന്റെ മുകളിലാണ് നീ ആരാധിക്കുന്ന എന്റെ ദൈവം. അങ്ങനെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവാണ് എന്ന് പറഞ്ഞു. മത്തായി 14:28 വായിച്ചു. അതിന് പത്രോസ്, കർത്താവേ നീയാണെങ്കിൽ ഇന്ന് ഈ ഹോളി നിൽക്കുന്നവർ എത്ര പേർ ഒരുമിച്ച് പറയും, എന്റെ യേശു ഈ ഹോളി വന്നിട്ടുണ്ട് ഉറപ്പുള്ള എത്ര പേർക്കുണ്ട്? എനിക്ക് ഒരുമിച്ച് പറഞ്ഞു, കർത്താവേ നീയാണെങ്കിൽ, ഇന്നത്തെ മീറ്റിങ്ങിന്റെ തിരി പറഞ്ഞോ, നീയാണെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ തിരമാലയുടെ മുകളിലൂടെ എനിക്ക് നടക്കണം. എന്റെ കൂടെ കൈ ഉയർത്തി പിടിച്ചു പറയാമോ? എന്റെ കൂടെ എന്റെ ജീവിതത്തിൽ വിരോധമായി നിൽക്കുന്ന വിഷയത്തിന്റെ മുകളിലൂടെ ഞാൻ പ്രസംഗിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു കാര്യം അറിയാം. ഏതോ നാടുകളായി അടച്ചതെന്തോ ഒന്ന് തുറക്കാൻ പോകുകയാണ്. ഇന്ന് ദൂതന്മാർ അതിനെ തുറന്നു വിടുകയാണ്. ഇതുവരെ തുറക്കാത്തത് വലിപ്പമുള്ളത്. ഇവിടെ ഒരു ഭയങ്കര വലിപ്പം സംഭവിക്കുന്നുണ്ട് കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത വാതിലുകൾ തുറക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇതുവരെ വെല്ലുവിളിച്ച് ഈ തിരമാലയുടെ മുകളിലൂടെ ഈ വെള്ളത്തിന് മുകളിലൂടെ എനിക്ക് നടക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതാണ് സാഹചര്യത്തെ ജയിക്കുന്ന വിശ്വാസം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ സൗഖ്യമാകും. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്കൊരു വിടുതൽ സംഭവിക്കും. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ ദൈവം എനിക്കൊരു മറുപടി തരും. കാരണം ഞാൻ സാഹചര്യത്തിനും അപ്പുറത്ത് ഉണ്ടെങ്കിൽ അവരൊന്ന് കൈ ഉയർത്തി പിടിച്ച കരമടിച്ചോ. അതാ വിശ്വാസം, അതാ വിശ്വാസം. വിശ്വാസം ഇതാ പത്രോസിനെ ചതിക്കുക. അവസാനിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? പത്രോസ് ഇത് തീരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷെ പത്രോസ് എന്റെ യേശുവാണെങ്കിൽ അവസാനിക്കുന്നതിനെ ആരംഭിക്കും. എന്റെ യേശുവാണെങ്കിൽ അടഞ്ഞതിന് വഴി തുറക്കും. എന്റെ യേശുവാണെങ്കിൽ മരിച്ചതിനെ ജീവിപ്പിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ, നിങ്ങൾ എന്റെ കൂടെ എത്ര പേർ വിശ്വസിക്കും? സാഹചര്യത്തെ ഞാൻ നോക്കുന്നില്ല. ഇന്ന് ഞാൻ ഒരു വിടുതൽ കാണുകയാണ്. എന്റെ കണ്ണിന്റെ മേലെ ഒരു വിടുതൽ, എന്റെ കഴുത്തിന്റെ മേലെ ഒരു വിടുതൽ, എന്റെ നടുവിന്റെ മേലെ ഒരു വിടുതൽ, എന്റെ കാലിന്റെ മുട്ടിന്റെ മേലെ ഒരു വിടുതൽ, എന്റെ സാമ്പത്തികമായ എന്റെ കൈയുടെ മേലെ ഒരു വിടുതൽ, വിശ്വസിക്കുന്നവരുടെ കുടുംബത്തിന് മേലെ ഒരു വിടുതൽ. എന്റെ മിനിസ്ട്രിയുടെ മേലെ ഒരു വിടുതൽ, ഈ ശുശ്രൂഷയുടെ മേലെ ഒരു വിടുതൽ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, പാരമ്പര്യക്കാർ അവിടെ നിൽക്കുമ്പോൾ നീ പൊങ്ങിക്കൊണ്ടിരിക്കും. ആരെ ശ്രദ്ധിക്കണേ, ആരെ
യേശുവിനോട് അവൻ ഒട്ടും മടിയില്ലെന്ന് പറയും. നീയാണെങ്കിൽ എനിക്ക് ഇതിന്റെ വഴി നടക്കണം. എന്റെ കൂടെ കൈ ഉയർത്തിപ്പിടിച്ച് സാഹചര്യമല്ല ഞാൻ നോക്കുന്ന മാസം ദൈവത്തെ ഞാൻ കണ്ടു നിയമിക്കുക. എന്തെല്ലാം എതിരുകളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചവൻ എന്നെ കൈവിടത്തില്ല. ഞാൻ അതിന്റെ മേലിലൂടെ നടക്കും. അറിയാം ബ്രദറെ, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. നീ അറിയാം അവസാനിച്ചു വന്ന പട്ടണത്തിൽ അതിന്റെ മേലിലൂടെ നിന്നെ ഫ്ലൈറ്റ് കയറ്റി കർത്താവ് നിനക്ക് വേണ്ടി പുതിയ വാതിൽ ദൈവം തുറക്കും. ഓ അറിയാം, തീർന്നതിനെ പണിയുന്നവനാ, അറിയാം വീട് കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുന്നവനാ, വലങ്കരത്തിൽ താങ്ങുന്നവനാ. ഞാൻ സാഹചര്യത്തെ മൈൻഡിൽ ഭയപ്പെടുന്നില്ല. എനിക്ക് നടക്കാൻ കഴിയും. വിശ്വസിക്കാൻ വേദനയോടെ നിൽക്കുന്ന കരമുള്ളവർ, ആ ഷോൾഡർ പെയിൻ ഉള്ളവർ, അറിയാം നിങ്ങൾക്ക് കഴുത്തനക്കാൻ പറ്റാത്തവർ, കൈകാലുകൾക്ക് വേദനയുള്ളവർ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശുവാണ് ഈ മീറ്റിംഗിൽ വെളിപ്പെട്ടതെങ്കിൽ ഈ വേദനയോടുകൂടെ ഞാൻ സൗഖ്യമാകാൻ പോവുകയാണ്. ഇപ്പോൾ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ എന്റെ ഡോർ ഓപ്പൺ ആകാൻ പോകുകയാണ്. കാരണം സാഹചര്യത്തിന് മുകളിൽ വലിപ്പമുള്ളവൻ ഇറങ്ങിയിട്ടുണ്ട്. സാഹചര്യത്തിന് വേണ്ടി തൊട്ട് സൗഖ്യമാക്കോ. വിശ്വസിക്കുന്നുണ്ടോ? സമയം മുമ്പോട്ട് ഒത്തിരി പോകുന്നുണ്ടല്ലോ, ചൂട് ഒത്തിരി വെളിപ്പെടുന്നുണ്ടല്ലോ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗിൽ ഇപ്പോൾ ഭയങ്കര വിടുതൽ സംഭവിക്കുകയാണ്. ഭയങ്കര അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ സ്വീകരിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ മറുപടി അറിയാം. 29ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 29ാമത്തെ വാക്യം, വരിക എന്ന് അവൻ പറഞ്ഞു. വരിക. അയ്യോ ഇല്ല, ഇപ്പൊ നടക്കത്തില്ലെന്ന് യേശു പറയത്തില്ല കേട്ടോ. എനിക്കിപ്പോ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് യേശു പറയത്തില്ല. നിന്റെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വിഷയം വരെയും ഇപ്പോൾ വിശ്വസിക്കാമെങ്കിൽ നടക്കുമെന്ന് ദൈവം പറയുന്നത്. ഇപ്പോൾ വിശ്വസിക്കുമെങ്കിൽ നടക്കുമെന്നാണ് പറയുന്നത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞാണ് നീ മുങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. അറിയാം, നീ ഞാൻ എന്റെ വാക്കിൽ ഇറങ്ങിക്കോ. വാ. പത്രോസ് സാഹചര്യം നോക്കാതെ വെള്ളത്തിന് അടുത്ത ഭാഗങ്ങളൊക്കെ പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചിലർ നടക്കും. ഇന്ന് ചിലവർ അത്ഭുതം കാണും. അത് സാഹചര്യത്തെ ജയിക്കുന്ന ഒരു വിശ്വാസമാണ്. സാഹചര്യത്തെ ജയിക്കുന്ന ഒരു അഭിഷേകമാണ്. അതിനുവേണ്ടി കരം ഉയർത്തിപ്പിടിച്ചോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. എനിക്ക് അറിയാം ശരീരത്തിൽ ഒരു വേദനയുണ്ട്, എനിക്കൊരു രോഗമുണ്ടെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കൈ ഉയർത്തി അടുത്ത വിഷയത്തിലെ പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ഒത്തിരി പേര് സൗഖ്യമായി നിൽക്കുക. ഇതിനകത്ത് ഒത്തിരി പേർ വിടുതൽ പ്രാപിക്കാൻ നിൽക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഈ മീറ്റിംഗിന്റെ വിടുതൽ, ഈ മീറ്റിംഗിലൂടെ നീ ദൈവത്തിൽ ഉറയ്ക്കും. ഈ മീറ്റിംഗോടെ ദൈവത്തിൽ നീ ഉറയ്ക്കും. കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ദൈവസനെ ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞാൻ ചില മിനിറ്റുകൾ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് ആ മനയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ അടച്ച കല്ലുകൾ ഉരുളും. അടച്ച കല്ലുകൾ നിങ്ങൾ പൊങ്ങാത്ത വിധത്തിൽ അടച്ച കല്ലുകൾ നീ ഉരുട്ടും. അടച്ച കല്ലുകൾ നീ ഉരുട്ടും. അടച്ച കല്ലുകൾ നീ ഉരുട്ടും. വേഗത്തിൽ പ്രസംഗിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. 10 മിനിറ്റിലൂടെ പ്രസംഗിച്ച് പ്രാർത്ഥിക്കാൻ പോയി അങ്ങോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ തിരിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ഈ വിഷയം പ്രസംഗിക്കാൻ കാരണം മാർക്കോസിന്റെ സുവിശേഷം ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോ. 16-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ഹല്ലേലൂയ, 2-ാമത്തെ 3-ാമത്തെ വാക്യം ഒരുമിച്ചെന്റെ കൂടെ അറിയാം. ഒരുമിച്ച് ശ്രദ്ധിക്കണേ വേഗത്തിൽ. മാർക്കോസിന്റെ സുവിശേഷം 16-ന്റെ ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. 3 സ്ത്രീകളുണ്ട് കേട്ടോ. അറിയാം, 3 സ്ത്രീകൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അവർ പറയുമ്പോൾ അറിയാം, സ്നേഹം നിർബന്ധിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവരാണ്. അവർക്ക് മാറാൻ പറ്റത്തില്ല കേട്ടോ. ആരൊക്കെയോ വിളിച്ചപ്പോൾ പറഞ്ഞു, മാസേ ഭർത്താവ് വഴക്കുമാണ്, അയൽക്കാർ പ്രശ്നമുണ്ടാക്കും, വീട്ടുകാർ എതിർക്കും. ഞാൻ അവരെ നോക്കിയിട്ട് വിളിച്ചു, സ്നേഹം അറിഞ്ഞിട്ടില്ല. സ്നേഹം അറിഞ്ഞവൻ എതിർന്ന് നോക്കാതെ മുമ്പോട്ട് പോകും. ഞങ്ങളോട് വിളിച്ചു പറയാം, സ്നേഹം നിർബന്ധിക്കുന്നില്ല. എല്ലാ സ്നേഹവും നിർബന്ധവും വെളിപ്പെടുന്നത് ബന്ധത്തിലാണ്.
യേശുവുമായി ആഴമായ ബന്ധമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇവർ ഭയക്കുന്നവരല്ല, ഇവർ എതിർപ്പുകൾ നോക്കുന്നതല്ല. അറിയാം. എന്നാൽ രണ്ട് നിലകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞുവിടുന്നതേ ഉള്ളൂ. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ഇഷ്ടത്തിന്റെ പ്രത്യേകത ഇത് കൂടാം, ഇത് കുറയാം. ഇഷ്ടം കൂടാം, കുറയാം. കല്യാണം കഴിച്ച സമയത്ത് അറിയാം, ചിലർ എന്നോട് എൻ്റെ ഭർത്താവ് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു വാസം. ആ രോഗം വന്ന അന്ന് മുതൽ അങ്ങേക്ക് എന്നോട് ഒരു താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടാണ് കുട്ടിയെ സ്നേഹിച്ചില്ലേ എന്ന് ചോദിച്ചു. സ്നേഹം നിർബന്ധിക്കും, സ്നേഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലെ, ഇഷ്ടപ്പെട്ട് ചിലർ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്. ആ ഇഷ്ടം ഇന്ന് യേശുവിന്റെ സ്നേഹമായി മാറും. ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നീ മാറിപ്പോകും. പക്ഷെ സ്നേഹിക്കുന്നവനെ നീ കണ്ടുമുട്ടിയാൽ നീ വിളിച്ചു പറയും. അറിയാം, കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, സ്നേഹമോ അതെന്നേക്കും നിലനിൽക്കുക. നിത്യത വരെയും ഈ സ്നേഹം നിലനിൽക്കും, നിത്യത വരെ മാറാതെ നിൽക്കും. കർത്താവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരാധിക്കരുത്, സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കരുത്. എനിക്ക് വേണ്ടി പാടുകൾപ്പെട്ട, എനിക്ക് വേണ്ടി രക്തം തന്ന, എന്റെ പാപക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത എന്റെ കർത്താവിനെ ഞാൻ മരിക്കേണ്ട സ്ഥലത്ത്, ഞാൻ തകരേണ്ട സ്ഥലത്ത്, ഞാൻ രോഗിയാകേണ്ട സ്ഥലത്ത് എനിക്ക് വേണ്ടി സകലതും ഏറ്റെടുത്ത എന്റെ യേശുവിനെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു. സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുക. ഈ ദൈവദാസന്റെ മേൽ ഒരു നിർബന്ധവും സ്നേഹവും കിടക്കുന്നതുകൊണ്ട് എങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അതാ നിങ്ങളുടെ വിടുതലായി തീരുന്നു. ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നവരായി ഇദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിക്കും. കാരണം ഇദ്ദേഹം മുഖാന്തരം ആ വിടുതൽ നടന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യം ആ ശക്തിനകത്ത് നിൽക്കുക. ഈ 3 സഹോദരിമാർക്ക് യേശുവിനെ വിടാൻ പറ്റുന്നില്ല. കാരണം അതേപോലെ സ്നേഹവും വിടുതലും അകത്തിലായിരുന്നു. അവർ ഇരുട്ടോടൊപ്പം തന്നെ കല്ലറയ്ക്കോട്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ സുവിശേഷം 3 പറയുന്നത്. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം, നമുക്ക് വേണ്ടി ആരാ കല്ല് കിട്ടും? അതെന്താ അവരങ്ങനെ ചോദിക്കാൻ കാരണം? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 61-ാമത്തെ വാക്യം വായിക്കുന്നവർക്ക് അറിയാം. 61-ാമത്തെ വാക്യം ഒരുമിച്ച് 27-61 മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതൻ 60-ാമത്തെ വാക്യം താൻ പാറയിൽ കെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചേക്ക്. ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചേക്ക്. എന്നിട്ട് അടുത്ത വാക്യം പറയാം, അതിന്റെ അങ്ങേ സൈഡിലും ഇതേ സൈഡിലും 2 മറിയമാർ ഇരിക്കുക. അവരവരെ ലൈവായി കണ്ടതാ വലിയ കല്ല് ഉരുട്ടിയത്. അവർക്കത് തിരിച്ചുരുട്ടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരാളുള്ളതിന് 65-66 വാക്കുകൾ നോക്കേ. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കല്ലിന് മുദ്ര വെച്ചു. ഇനി ആരും വരരുത്. കല്ലിന് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മുദ്ര വെച്ചു. ഇനി തൊടുന്നവനകത്താവും കേട്ടോ. കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തിൽ ഉറപ്പാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നിയമ വിരോധമായിട്ടും പൈശാചിക ശക്തി എതിർത്ത് നിൽക്കുമ്പോഴും മാനുഷിക ശക്തികൾ മുമ്പിൽ നിൽക്കുമ്പോഴും ഇനി ഉരുട്ടാൻ പറ്റത്തില്ലെന്ന് ഈ 3 സ്ത്രീകൾക്ക് അറിയാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മനുഷ്യൻ ഉരുട്ടിവെച്ച കല്ലുകൾ, അല്ലെങ്കിൽ ലോകം ഉരുട്ടിവെച്ച കല്ലുകൾ, നിയമം ഉരുട്ടിവെച്ച കല്ലുകൾ, അല്ലെങ്കിൽ പിശാച് ഉരുട്ടിവെച്ച കല്ലുകൾ ഇന്നത്തെ ആരാധനയിൽ ഉരുളും. ഇന്നത്തെ ആരാധന ഉരുളും. നിന്റെ തലമുറ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ ഉരുട്ടിവെച്ച കല്ലുകൾ ഈ മിനിസ്ട്രിയിൽ ഉരുട്ടിവെച്ചത് ചലിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചലിക്കണം കേട്ടോ. ചലിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചലിക്കണം. ഉറപ്പിച്ച കല്ലാണെന്നുള്ളത് ഈ 3 സൗകര്യമാർക്കും അറിയാം. പക്ഷെ അവർക്ക് സ്നേഹത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, അവർക്ക് അകലാൻ പറ്റത്തില്ല. അവര് പറഞ്ഞു, ഇനി ആരെല്ലാം ഉരുട്ടിയാലും ഞങ്ങൾ അവനെ കാണാൻ പോകും. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ വിളിക്കാൻ പോകും. ഇനി ആരെല്ലാം കുറ്റം പറഞ്ഞാലും ഞങ്ങൾ ആരാധിക്കാൻ പോകും. ഇനി ആരെല്ലാം എതിർത്താലും ഞങ്ങൾ ആരാധിക്കാൻ പോകും. കാരണം ഞങ്ങൾ യേശുവിനെ കാണുകയോ. ഈ നിലയിൽ
കൂടെ ചേർന്ന് വായിക്കാൻ പോകുന്നത് അതിന്റെ സദൃശവാക്യം 26-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഈ വാക്യം ശ്രദ്ധിക്കണേ, സമയം പോകുന്നുള്ളൂ. ഒരുമിച്ച് കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ സ്വീകരിച്ചു. ഞാൻ ഈ പദം എഴുതുന്നത് വെറും വാക്കിലല്ല, ഞാൻ ഈ പദം എഴുതുന്നത് കടങ്കഥയായിട്ടല്ല. ഞാൻ ആഴമായി ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൽ എഴുതുകയാണ്. അതിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. 20-ാമത്തെ വാക്യം, വിറകില്ല ഞാൻ തീ കെട്ടുപോകും, നുണയൻ ഇല്ല ഞാൻ വഴക്കുമില്ലാതാകും. എന്ന് പറഞ്ഞാൽ നിനക്ക് വിരോധമായി വിറകില്ലാത്ത ചില നുണകൾ അതില്ലാതായി പോകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് വിറകില്ലാത്തത് തീ കത്താതായി പോകും. ഞാൻ ഈ പട്ടണത്തിൽ ഈ സഭയെ നോക്കി കൂട്ടായ്മ നോക്കി വിളിച്ചു പറയുമ്പോൾ അതിനെ കുറ്റം പറയുന്നവന്റെ വെള്ളൊന്നും വിറകില്ലെന്ന് അത് കത്താതായി തീർന്നു പോകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീയുള്ള നീ അതിനെ കെടുത്തി കളയും. ആത്മാവിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് നിന്റെ മേലിൽ നീ ആഗ്രഹിക്കുന്ന അഭിഷേകത്തിന്റെ കാറ്റിനാൽ ചിലത് അണഞ്ഞു പോകും. കരമടിച്ചോണ്ട് സ്വീകരിക്കും. മേൽ അത് തിരിച്ചു. ഞാൻ വളരെ ഫലത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞാണ്, നിനക്ക് വിരോധമായി 2024 ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ നീ നോക്കി നിൽക്കുമ്പോൾ ചിലത് തിരിച്ചു. കാരണം നിനക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആശയം പറയാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, അറിയാം ആ കുടുംബത്തിന് മുമ്പോട്ട് വഴിയില്ല കേട്ടോ. വഴിയില്ലാതിരിക്കുമ്പോൾ ഇച്ചിരി വസ്തു ഉണ്ടായിരുന്നു, വിൽക്കാമെന്ന് കരുതിയ. വിൽക്കാനായിട്ട് വന്നു, ആൾക്കാർ വില പറഞ്ഞു, എല്ലാം ശരിയായി അഡ്വാൻസിനായിട്ട് വരുമ്പോൾ അറിയാം ആ വാങ്ങിക്കുന്നവർ വന്ന് അയലത്തൊന്ന് ചോദിച്ചു, വസ്തു ഓക്കെ ആണോ? അവർക്കൊരു നഷ്ടമില്ല. പക്ഷെ അവർ പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടത്തില്ല, ഇതിന് വിലവാണ്, ഇത് കൊള്ളാത്തതാണ്, ഇതേ മന്ത്രവാദമാണ്. അത് എങ്ങനെയും ആ ബാങ്കിലൂടെ അടയ്ക്കാൻ എങ്ങനെയും ഒരു രക്ഷപ്പെടാൻ നോക്കിയതാണ്. കല്ല് കുട്ടി വെച്ച് അത് വാങ്ങിക്കാൻ പറഞ്ഞവൻ അതേപോലെ തിരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ കല്ല് കുട്ടിയിട്ടുണ്ടോ? എങ്ങനെയും നാളുകളായിട്ട് വിശ്വാസത്തിൽ വന്നു. അല്ലെങ്കിൽ ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പേ എൻ്റെ ഹൈദരാബാദിൽ നിന്ന് ഒരു ബ്രദർ വിളിക്കുക. എൻ്റെ 2 മക്കൾ അറിയാം ICICI ബാങ്കിലാണ്, മൂത്ത മകൾ മാനേജരാണ്. പക്ഷെ ഞങ്ങൾ ഹൈന്ദവ മാർഗത്തിൽ യേശുവിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ ബന്ധുക്കാർക്കെല്ലാം വെല്ലുവിളിയാണ്. മാസം എത്ര കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നാലും ഏതെങ്കിലും വിലയിൽ തട്ടിപ്പായിരുന്നു. ആ സമയത്താണ് എൻ്റെ ബാക്കി വായിക്കുന്നത്. എന്തെല്ലാം രീതിയിൽ നോക്കിയാലും മക്കളെ വിഷയത്തിലേക്ക് വരുമ്പോൾ കല്യാണം എല്ലാം നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ ബന്ധുക്കാർ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാമോ, ഒന്നുകൂടെ നോക്കിയിട്ട് ചെയ്യാമോ? ഒരു പ്രശ്നമില്ല, ഒരു കല്ലവിടെ ഉരുട്ടി വെക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തലമുറ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിച്ച ടീച്ചറിന് ഇഷ്ടമായില്ല, ഒരു കല്ലവിടെ ഉരുട്ടി വെച്ചു. എത്ര പഠിച്ചാലും എത്ര ശ്രമിച്ചാലും അവന് മാത്രം മാറില്ല. ഹല്ലേലൂയ. ചില കൂട്ടുകാരെ ചില കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ ഞാൻ പറയുന്നത് ആഴം മനസ്സിലാകുന്നവരോട് ഞാൻ കൈ ഉയർത്തി. പക്ഷെ ഞാൻ പറയാ, നീ കാണാത്ത മണ്ഡലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ഉരുട്ടി വെച്ച കല്ലുകൾ നീ ആരാധിക്കുന്ന ഏതോ മിനിറ്റിൽ അത് തിരിച്ചു തുടങ്ങും. ഒരു ശക്തി ആ കല്ലിനെ വേണ്ടി അടിക്കും. ഒരു ശക്തി ആ കല്ലിനെ വേണ്ടി അടിക്കും. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ നീ സ്റ്റെപ്പ് വെക്കുക. ഓ, നിനക്ക് വേണ്ടി ഒരു കല്ല് ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നത് എനിക്ക് കാണാം. നിന്റെ സൗഖ്യത്തിന് വിരോധമാണ്. അവരെ വെല്ലുവിളിച്ച് ഇനി നീ ഒന്ന് ഗതി പിടിക്കുന്നത് കാണാം. അയൽക്കാർ ഒരിക്കലും ഒരു വസ്തുതർക്കത്തിൽ വന്നാൽ നീ നിന്റെ കുടുംബവും നശിക്കും എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ കല്ലുകൾ ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആരാധനയിൽ നിങ്ങളുടെ ഫാദറല്ലേ ഇരിക്കുന്നത്, അവരുടെ വിളിച്ചോണ്ട് പറഞ്ഞോ, ചില കല്ലുകൾ ആ മനുഷ്യന്റെ മേളിൽ വീഴും. ഒന്നുകൂടി കാണാൻ എനിക്ക് അങ്ങോട്ട് വരാൻ മൈക്കിൽ നീളമില്ല. അവർ തിരിഞ്ഞു നോക്കുന്നത് പറഞ്ഞല്ല, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അറിയാം, ചില കല്ലുകൾ തിരിച്ചു തുടങ്ങും. അറിയാം, ചില പ്രശ്നങ്ങൾ മാറും, ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അറിയാം, എന്റെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടോ? ആ 3 സ്ത്രീകൾ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാൻ കേട്ടോ.
ആ 3 സ്ത്രീകൾ അവർ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ആര് കല്ലുരുട്ടും? ആര്? പക്ഷെ വിശ്വാസത്തിൽ മടുക്കാതെ ആരാധിക്കുന്നവരുടെ ഹൃദയമാണ്. വിശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നവർ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി വിറകില്ലാത്ത തീകൾ വിട്ടുപോകും. നിനക്ക് വേണ്ടി അടച്ച കല്ലുകൾ തിരിച്ചു കൊടുക്കും. നിങ്ങളൊക്കെ അവർ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു പറഞ്ഞ സ്റ്റെപ്പ് വയ്ക്കുന്നു. അവർ ദൈവം പ്രവർത്തിക്കുന്നു പറഞ്ഞ സ്റ്റെപ്പ് വയ്ക്കുന്നു. സമയം കൂടെ പോകുന്നുണ്ട്. ഒന്ന് ഇരിക്കുന്നവർ എഴുന്നേറ്റാട്ടെ, ഇരിക്കുന്നവർ എഴുന്നേറ്റാട്ടെ. എന്നോട് കർത്താവ് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 3 മാസം നീ അനുഭവിച്ച പ്രശ്നങ്ങൾ, നീ അനുഭവിച്ച വേദന, ഉരുട്ടി വെച്ച കല്ലുകൾ, ചില സാമ്പത്തിക വിഷയം കറക്കി പിടിക്കണം കേട്ടോ, നോക്കി വെല്ലുപിടിച്ച ചിലർ ഇന്ന് മകൻ തിരിച്ചുള്ള നീ ഇതിന്റെ മുമ്പ് തലമുറ ഈ ദേശത്തിൽ അത്ഭുതങ്ങളെ കാണും. മാർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ വാക്യം വായിക്കണം. അക്ഷയ് 4-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം വായിക്കണം കേട്ടോ. നിൽക്കുന്നവരെല്ലാം വാക്യം കേട്ടോ. അതെ 16:4 മാർക്കോസ്. അവർ നോക്കിയാറെ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചാൽ തിരിഞ്ഞു പോകുന്നവരല്ല. ഇന്നത്തെ ആരാധന മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുന്നവർ ഇനി അങ്ങോട്ട് നോക്കണം. ദൈവം ചിലത് ചെയ്യുന്നത് കാണാൻ പറ്റും. അവർ നോക്കിയാണ്, അവർ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കാണുന്ന നിലയിൽ വന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ കല്ല് കാണാനില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില കല്ലുകൾ കാണത്തില്ല കേട്ടോ. ചില രോഗശക്തികൾ കാണത്തില്ല, ചില ബന്ധങ്ങൾ കാണത്തില്ല. നീതിയുടെ കുടുംബം സ്വതന്ത്രമാകില്ല. അകച്ച കല്ലുകൾ നിന്റെ വീട്ടിൽ തിരിഞ്ഞുള്ളൂ. നിനക്ക് വേണ്ടി ഇതുവരെ വെളിപ്പെടാത്ത ചിലത് വെളിപ്പെടും. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചു, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. ആദിവാസത്തോട് നിങ്ങളുടെ വീട്ടിനകത്ത് ഭയങ്കര സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് വഴിത്തിരികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചിലത് ചെയ്യുന്നു, ദൈവം ചിലത് ചെയ്യുന്നു, ദൈവം ചിലത് ചെയ്യുന്നു. വലിയ നിലയിൽ അദ്ദേഹത്തോട് ദൈവം പറയുന്നു, രാഷ്ട്രീയ ബന്ധങ്ങൾ പോലും ഇദ്ദേഹത്തിന് സംഭവിക്കും. അധികാരികൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വരും. ദൈവപ്രവൃത്തികൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകൾ സംഭവിക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി എന്തോ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഈ തലയോട് സംബന്ധിച്ച്, ഈ ഭാഗത്തോട് സംബന്ധിച്ച് നിൽക്കുന്ന ഒരു ഭയങ്കര രോഗം വിളിച്ചോണേ, ഒരു ഭയങ്കര രോഗക്കെട്ടതായി ഈ മീറ്റിംഗിൽ അഴിഞ്ഞു പോകുകയാണ്. ഞാൻ ഈ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളുടെ ഈ വലത് ഭാഗത്ത് പറയും, ഈ കൈവച്ചെങ്കിൽ ഈ ഭാഗം മുഴുവൻ ആ കെട്ടിനെ, ആ കല്ലിനെ ഉരുട്ടി കളയുക. ശക്തി അടിക്കുകയാണ്, ഭയങ്കര അടിയുണ്ട്. വിശ്വസിക്കുന്നതിന് മുഴുവൻ കരവന്ന് ഉയർത്തിപ്പിടിച്ചു. വർഷം മുഴുവൻ എന്റെ കൂടെ ചേർന്നു. ശരീരത്തിനകത്ത് വല്ലാതെ കൈരോട് പോലുള്ള ശക്തി എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കഥാവിനെ സൗഖ്യമാക്കുന്ന ഒരു കാഴ്ച മാതാവിന് വിടുതൽ ആ കെട്ടിയ ശക്തി അടിയുന്നു. അവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ, വിടുതലോട് എഴുന്നേൽക്കട്ടെ. ആ സൗകര്യത്തിൽ തട്ടി പുറത്തോട്ട് കൊണ്ടുവരാനും അവളുടെ വയറ്റിനകത്ത് ഒരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പുറത്തോട്ട് വരാനും എന്റെ വയറ്റിനകത്ത് എന്റെ മകൻ ഒരു ഭയങ്കര സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ സംഭവിക്കുന്ന ശരീരത്തിനകത്ത് സ്ഥലങ്ങളിൽ നീരി വീഴ്ച പോലെ നിൽക്കുന്ന ചെയ്തു. ഇന്ന് പകലിന്റെ കൈവപ്പിനകത്ത് സൗഖ്യമാണ്, സൗഖ്യമാണ്. നിങ്ങൾ സൗഖ്യമാകുകയാണ്. വിശ്വസിക്കുന്നതിന് മുമ്പ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ദൈവപ്രവർത്തിക്കായി കരം ഉയർത്താൻ പറ്റുന്ന അഭിഷേകം അധികാര അഭിഷേകമാണ്. കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ?
പാടി സഹായിക്കാൻ സഹായിച്ചു. നമ്മൾ 2 മിനിറ്റ് ശക്തിയോടെ കടമണ്ടി ശക്തിയോടെ നിന്റെ വീട് നശിക്കാൻ കെട്ടിയ ശക്തികൾ അറിയാം. മദ്യപാന ശക്തി അറിയാം. അല്ലെങ്കിൽ അതേപോലെ തലമുറയ്ക്ക് ഒരു വഴി തുറക്കുന്നില്ലെന്ന് പറയുന്നില്ല. തലമുറയ്ക്ക് ഒരു വഴി തുറക്കുന്നില്ല. അവരെ നമുക്ക് ഫ്രണ്ടോട്ട് വരണം. ഞാൻ അവർക്ക് ഇത്രയും പേർക്ക് ഈ 2 മേഖലയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വീട്ടിൽ മദ്യപാന ശക്തി നിൽക്കുന്നു, തലമുറയ്ക്ക് ഒരു വിടുതലില്ല. ഇത്രയും പേര് ഫ്രണ്ടിലോട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൈവയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 വിഷയങ്ങളാണ് ദൈവം ഏൽപ്പിച്ചത്. അതിനകത്ത് സാമർത്ഥ്യം, അതിനകത്ത് വഴിത്തിരിവുകളെല്ലാം സംഭവിക്കും. നിങ്ങളെ വിശ്വസിക്കാതെ മുറുകെ പിടിച്ചു. ഈ ഫ്രണ്ടിന് മുഴുവൻ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കും. കണ്ണടച്ച് കരമടച്ച് ആരാധിക്കും. വർഷങ്ങൾ കെട്ടിയിട്ടുണ്ടാകും.
ദൈവശക്തിയാൽ തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. ഇവരിപ്പോൾ സൗഖ്യമായി കഴിഞ്ഞു, ഇവരിപ്പോൾ വിടുതൽ പ്രാപിച്ചതായി കഴിഞ്ഞു, ഇവരിപ്പോൾ അത്ഭുതം കണ്ടതിനായി യേശുവിൻ നാമത്തിനെ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ദൈവം ചെയ്തതായി നന്ദി. ദൈവം പ്രവർത്തിക്കാതെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും ഇതിന്റെ ഭാരതമാകികളോടും ഇതിന്റെ മുൻ നിൽക്കുന്നവരെല്ലാവരോടും പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഈ കൂട്ടായ്മയുടെ അടച്ച കല്ലുകൾ ഉരുണ്ടിട്ടുണ്ട്. ആത്മാവണത്തിൽ ഭയങ്കര വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും മാനിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസം ഹല്ലേലൂയ ചിലവർക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചില സന്തോഷങ്ങൾ ചില ഭവനത്തിന്റെ എന്റെ കർത്താവ് തരാൻ പോവാ. എത്ര വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഈ നിമിഷം നിങ്ങളുടെ കരങ്ങളെ തട്ടി ഇതുപോലെ ശക്തിയോടെ മഹത്വപ്പെടുത്തിയാട്ടെ. ചില പ്രശ്നങ്ങൾ അഴിയാൻ പറയുന്നു. ചില ഭവനത്തിൽ നാളുകളായി വർഷങ്ങളായി നിന്നെ പിടിച്ചു കെട്ടിയ ചില പ്രശ്നങ്ങൾ ഈ മീറ്റിംഗ് മുഖേന നീ സ്വതന്ത്രനാകാൻ പോകാം. നിന്റെ ഭവനത്തിലെ ചില പ്രശ്നങ്ങളിൽ നിന്ന് നീ സ്വതന്ത്രനാകാൻ പോകാം. വിശ്വസിച്ചാൽ ആ മഹത്വം നീ കാണാൻ പോകാം. നിന്റെ കണ്ണാൽ കാണാൻ പോകാം. നിന്നെ പലവർ ദുഷിച്ചത്, നിന്നെ പലവർ കുറ്റം പറഞ്ഞത്, ഇത് മാറത്തില്ലെന്ന് പറഞ്ഞതിനെ കർത്താവ് മാറ്റാൻ പോകാം. വിശ്വസിച്ചാട്ടെ അത് നിന്റെ ഭവനത്തിൽ സന്തോഷിക്കാൻ പോകാം. ആ കർത്താവിനോട് നീ പറയും, കർത്താവേ അങ്ങ് ചെയ്തത് ഇത്ര വലിയേറിയ മഹത്വമാണോ? ഞാൻ നാളുകൾ ഓടിയിട്ട് സംഭവിച്ചില്ല, പക്ഷെ കർത്താവ് നിഷ്പ്രയാസമായി എനിക്ക് വേണ്ടി പലതും ചെയ്തു. അതുകൊണ്ട് വിശ്വസിച്ചാൽ ചില മഹത്വങ്ങൾ കാണാം. അതുകൊണ്ട് എല്ലാം ഇനിയുള്ളതാണ് കർത്താവോട് ചേരുക. കർത്താവിന്റെ മഹത്വത്തോട് ആരും മറന്നു പോകരുത്. കർത്താവ് പലവരെ നോക്കി പറയുന്നു, പ്രാർത്ഥിക്കാൻ പോലും ഒരു മടി. ചില സമയം ഉള്ളിൽ വരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ബൈബിൾ എടുത്തുകൊണ്ട് കട്ടിന്മേൽ ഇരിക്കുമ്പോൾ 2 മിനിറ്റ് ആവുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോണം. ഒരു സ്തോത്രം പറയാൻ പറ്റുന്നില്ല, ഒരു സ്തുതി പറയാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് പറയുന്നു, അതാണ് നിന്റെ പരാജയം. പക്ഷേ നീ അതിന് ഉറച്ച് ഇതിലും ശക്തിപ്പെടുത്തിയ നിന്റെ പല പരാജയത്തെ നീ സന്തോഷം കാണത്തക്കരികെ കർത്താവ് നിന്നെ മാറ്റും. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. ചില ഭയങ്ങൾ, ഹല്ലേലൂയ, ഉള്ളിൽ കിടക്കുന്ന ചില ഭയങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന ചില ഭയങ്ങൾ, പൈശാചിക നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന ഭയങ്ങൾ ഇന്ന് രാത്രിക്കാലം, ഈ പകൽക്കാലം കർത്താവ് മാറ്റാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ആ കുഞ്ഞ് ഹല്ലേലൂയ ആ മരണപ്പെട്ട സമയത്ത് ഹല്ലേലൂയ ഹെറോയിസം മനുഷ്യന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ ഗുരുവേ കണ്ണടഞ്ഞത് കണ്ടിട്ടാണ് ഹല്ലേലൂയ ആ മനുഷ്യൻ അവിടെ വന്ന് ഹല്ലേലൂയ പറഞ്ഞു, ഇനി ഗുരുവിനെ ഹല്ലേലൂയ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, നിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ ഭയം വേണ്ട, നിന്റെ ഉള്ളിലുള്ള ചിന്ത വേണ്ട, ഹല്ലേലൂയ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പലവരും പറഞ്ഞത്, കർത്താവ് പറയുന്നു, പലവരും പറഞ്ഞത് നിന്റെ കണ്ണാൽ കർത്താവ് ഹല്ലേലൂയ നീ ഭയപ്പെട്ടതിനെ പലത് എന്റെ കർത്താവ് മാറ്റിത്തരും. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഈ കൂട്ടായ്മയിൽ നിങ്ങളെ കൊണ്ടുവന്നത് ഹല്ലേലൂയ ഞാൻ ക്ഷണിച്ചത് കൊണ്ടുമല്ല, ഞാൻ വിളിച്ചത് കൊണ്ടല്ല, കർത്താവ് നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ആകർഷിച്ചത്. ഹല്ലേലൂയ ചില ഒരു ആകർഷണം നിങ്ങളുടെ ഉള്ളിൽ വന്ന പ്രകാരമാണ് നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ നിങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഹല്ലേലൂയ ആ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് ചില വിടുതലുകൾ. ഹല്ലേലൂയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് ചുമന്നുകൊണ്ട് വന്നത്, എന്റെ കർത്താവ് നിങ്ങളുടെ മേലൂടെ ഇറക്കി വച്ചിട്ട് നിങ്ങൾ ഭവനത്തിൽ പോകുന്നുള്ളൂ. കർത്താവ് പറയുന്നു, ഭവനത്തിൽ പോകുമ്പോൾ തന്നെ ചില മാറ്റങ്ങൾ ഭവനത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് വിശ്വസിച്ചാട്ടെ, ദൈവം
ദൈവം അത് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയ കർത്താവിൽ ദൈവദാസൻ ഹല്ലേലൂയ നമ്മുടെ ഭാര്യ വചനപ്രകാരം ഹല്ലേലൂയ പല വിടുതലുകൾ ഹല്ലേലൂയ കർത്താവിദാസൻ ദൈവം കൊടുത്തു ഹല്ലേലൂയ. അതെല്ലാം നിങ്ങൾക്കുള്ളതത്രേ ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾ നേരാൽ കാണാൻ പോകാം. ഇതെല്ലാം നിങ്ങൾ കണ്ണാൽ കാണാൻ പോകാം. ഇതെല്ലാം നിന്റെ ഭവനത്തിൽ നടക്കാൻ പോകാം. എത്ര വിശ്വസിക്കുന്നു ഇതെന്റെ ഭവനത്തിൽ നടന്നു കഴിഞ്ഞെന്ന്? വിശ്വസിച്ചോ ആ മഹത്വം ഒരു കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കുഞ്ഞ് അവര് ജനിച്ച് ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 6ാമത്തെ മാസം ഫുഡ് കൊടുത്ത് ഹല്ലേലൂയ കുഞ്ഞിന് വേണ്ടി ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഹല്ലേലൂയ. അത് പ്രകാരമാണ് ഇന്നത്തെ മീറ്റിംഗ്. അവരാണ് ഈ മീറ്റിംഗിന്റെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹല്ലേലൂയ. അപ്പൊ ആ ദൈവം അവർക്ക് ചേർത്ത് കൊടുത്ത ഒരു ഉപകാരം ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഒരു ചുരുക്കം വാക്കായിട്ട് പ്രിയ സിസ്റ്റർ ഫ്രണ്ടിൽ വന്ന് അതിനൊരു ചെറിയൊരു സാക്ഷി പറയുന്നതായിട്ട്. Hallelujah. നന്ദി പറയാം. അവൻ്റെ കുഞ്ഞാണ് പ്രസവിച്ചതിന് നമുക്കും മഞ്ഞായിട്ട് ആശുപത്രി SIT ആശുപത്രിയിലാണ് നഴ്സറിയിലായിരുന്നു. വളരെയധികം ഞങ്ങൾ വിഷമിച്ച് എങ്കിലും പാസ്റ്റർ വിളിച്ച് പറയുകയും പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ഒരാഴ്ച തന്നെ ഞങ്ങൾ കിടന്നത്. അവിടെ വെച്ച് തന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി നേർച്ച നേർന്നതാണ്. 6 മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനോട് വെച്ച് ചോറ് കൊടുക്കാൻ വേണ്ടി നേർന്നതാണ്. ആ പ്രകാരം ഇന്ന് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ആരാധനയ്ക്ക് പങ്കെടുക്കുകയും കൂടെ വെച്ച് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അടിക്കടി എല്ലാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാ പാസ്റ്ററും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ജീവഭാഗത്ത് കടന്നു വരുവാനും ഇനി തുടർന്നുള്ള ജീവിതമെല്ലാം വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കണം. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തെ ഓർത്ത് കരങ്ങളെ തട്ടി ദൈവത്തിനൊന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പുതിയ സിസ്റ്ററിന്റെ സമയത്ത് ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹല്ലേലൂയ അഡ്മിറ്റ് ആവുകയുണ്ടായി ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുകയുണ്ടായി, പാസ്റ്റർ ഇന്നവർ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ കുഞ്ഞു പ്രസവ സമയം മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ തക്ക സമയത്ത് കർത്താവ് അതിനെ പ്രവർത്തിക്കും. ശത്രു നിങ്ങളെ പല സ്ഥലങ്ങളിൽ ഓട്ടിക്കും, പല വേദനകൾ തരും, ചില വിഷമങ്ങൾ തരും. പക്ഷേ കർത്താവ് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ആ കർത്താവ് നിവർത്തിച്ച് തരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചില ഓട്ടങ്ങൾ ചില പ്രതികൂലങ്ങൾ അവരെ അഭിമുഖം സംഭവിച്ചു. എന്നാലും അതേ സമയത്ത് തന്നെ കർത്താവ് അവർക്ക് വേണ്ടി വലിയത് ചെയ്തു. ഹല്ലേലൂയ. അതിന്റെ മഹത്വമാണ് ഇന്ന് കർത്താവിന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ഏത് പ്രശ്നത്തിൽ നിന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനോട് പൂർണ്ണതായി സമർപ്പിച്ചാൽ നിങ്ങളുടെ ഈ പല പ്രശ്നങ്ങളെ കർത്താവ് വിധിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ ഒരു ചോറ് കൊടുപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അതിലും കൂടെ നമ്മുടെ ദൈവദാസൻ പങ്കെടുത്തിട്ട് പോകുന്ന ഒരു 5 മിനിറ്റുള്ള ദൈവദാസൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് അവർക്ക് സന്തോഷമായിരിക്കും, ദൈവത്താൽ ഒരു അനുഗ്രഹമായിരിക്കും. ശുശ്രൂഷയോട് പങ്കുചേരണം, ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് ഒരു 2 മിനിറ്റ് ഹല്ലേലൂയ ദൈവാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. അടുത്ത യോഗം ഹല്ലേലൂയ നമ്മളോട് വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ വിടുതൽ ശുശ്രൂഷയും ഉപവാസ പ്രാർത്ഥനയും. ഹല്ലേലൂയ മെയ് മാസം 30-ാം തീയതി ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ അരവിന്ദ് മോഹൻ ദേവദാസനാണ് ഹല്ലേലൂയ ആ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിക്കുകയും നിങ്ങൾക്കുള്ള ദൂതുകൾ വിളമ്പുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ അതിലൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ ദൈവമേ എനിക്ക് ഈ മീറ്റിംഗിന് വരണമെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നോട് കർത്താവ് പറയുന്നതോടെ പ്രാർത്ഥിച്ചു പറയുന്നു, ഈ നോട്ടീസ് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് തരരുത്. ഹല്ലേലൂയ. ഓരോരുത്തരും മുമ്പിൽ വന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ കർത്താവിന് സമർപ്പിച്ച് വാങ്ങണമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇത് മുഖേന നിങ്ങൾക്ക് ഇനി പലതെന്തോ കർത്താവ് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിലോട്ട് വന്ന് ഈ നോട്ടീസിനെ സ്തോത്രം പറഞ്ഞ് വാങ്ങേണ്ടതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഓരോരുത്തരായി മുമ്പിലോട്ട് വരിക. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ നാമമാണ്, ആരും ലക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് മുഖേന നിങ്ങൾക്ക് പ്രതികൂലമല്ല, വിടുതലത്രേ. ഈ പ്രാർത്ഥനയോട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് മുതൽ തന്നെ എനിക്ക് പങ്കെടുക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വലിയത് ചെയ്യാൻ പോകുന്നു.
ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾ കാണാൻ പോകാം, നിങ്ങൾ കാണാൻ പോകാം, നിങ്ങളുടെ ഭവനം കാണാൻ പോകാം, നിങ്ങളുടെ തലമുറ കാണാൻ പോകാം. നിങ്ങളുടെ ഒക്കെ എല്ലാവരും ആരൊക്കെ നിങ്ങൾ പരിഹസിച്ച് അവരുടെ നടുവിൽ ദൈവം നിങ്ങൾ ഉയർത്താൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് വിഷയപ്പെടാൻ അറിയാം. എല്ലാ വ്യാഴാഴ്ച ദിവസം 4 മണി മുതൽ 6 മണി വരെ ഇവിടെ യോഗം നടക്കുന്നുണ്ട്. മാസത്തിലാണ് നമ്മൾ പകല് വെച്ചിരിക്കുന്നത്. ആ യോഗത്തിന് നിങ്ങൾ ദൈവപ്രകാരം ഹല്ലേലൂയ വന്ന് ചേരുവാൻ ദൈവത്താൽ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ വ്യാഴാഴ്ച 4 മണി മുതൽ 6 മണി വരെ. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഈ ഒരാഴ്ചക്കാലം പല വിടുതലുകളും പല സൗഖ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അനേക സാക്ഷികൾ ഇതിനകത്ത് ഇനിയും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചിലർ വിചാരിക്കും എന്തിന് ചെറുതല്ലേ പ്രവർത്തിച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിന് ചെറുത് പറയുന്ന വലുത് വരട്ടെ. പക്ഷെ കർത്താവ് പറയുന്നു, ചെറുതായാൽ കർത്താവിനോട് പറയുക, എങ്കിലേ നിനക്ക് വലുത് നേടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിങ്ങൾ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് യോഗത്തിന് വരുന്നവർ സഹകരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സൗകര്യപ്രദമായതുകൊണ്ട് കർത്താപ്രകാരം പ്രാർത്ഥിച്ച പ്രകാരം നമ്മളൊരു ഹോളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ബേസ്മെന്റ് വെൽറ്റ് മട്ടമായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താപ്രകാരം തോന്നുകയാണെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ആരും ഹല്ലേലൂയ തരണം നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് മനസ്സോടെ അല്ലെങ്കിൽ കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവപ്രകാരം നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ ആ കർത്താവിന്റെ ആലയം പ്രാർത്ഥന ആലയം ഹല്ലേലൂയ, അതിൽ മുഖേന നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹങ്ങളെ നടന്നിട്ട് ഒരിക്കലും ഇത് നഷ്ടമാകത്തില്ല. കർത്താവിന് വേണ്ടി നിങ്ങൾ വീട് പണിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകത്തില്ല. അതുകൊണ്ട് വിശ്വാസപ്രകാരം ചെയ്യുവാൻ താല്പര്യമുള്ളവർ മാത്രം കർത്താവിന് വേണ്ടി കൊടുക്കുക. വചനം പറയുന്നത് അടുത്ത മീറ്റിംഗ് എല്ലാവരും വരിക. എല്ലാവർക്കും ഒരു അനുഗ്രഹത്തോടെ ഒരു വിടുതലോടെ വരും നാളിൽ ദൈവം നിങ്ങൾക്ക് വലിയത് ചെയ്തെന്ന് പറയുക. യോഗ അവസാനിപ്പിക്കുന്നത് പോങ്ങുമിടുന്ന ദൈവദാസൻ മുമ്പിലോട്ട് വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമായി കർത്താവേ, നന്ദി ഹൃദയത്തോടും സ്തുതിയോടും സ്വന്തത്തോടും കൂടി സ്വർഗീയ പപ്പയെ ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുകയാണ്. കർത്താവെ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെട്ട ആമേ കർത്താവെ, ശ്രദ്ധിക്കുന്നു കർത്താവേ ദിനം ആമി കർത്താവെ ശ്രദ്ധിക്കുന്നു കർത്താവിൻ്റെ ആമി മുൻനിർണയ പ്രകാരം അങ്ങയുടെ അഭിഷേകത്തിന് സർവശക്തനാകുന്ന ദൈവം കൊടുത്ത ആമി കർത്താവെ ആലോചന പ്രകാരം ആമി കർത്താവെ ശ്രദ്ധിക്കുന്ന ആമി കർത്താവെ ശ്രദ്ധിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ തിരുമേനി ഒരുക്കുന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം. കർത്താവെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമി കർത്താവെ ദൂതഗണ സംഘങ്ങൾ കാവലോട് പരിപാലിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവ് പ്രിയ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ ഓരോ മക്കളെയും കർത്താവെ കൊണ്ടുവന്നു. അങ്ങയുടെ പരിശുദ്ധ പാദപീഠമാകുന്ന ഈ വിശുദ്ധ സ്ഥലത്തിരുത്തി അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ പരമേശ്വര ദൈവത്തെ ആരാധിപ്പാൻ ആമി കർത്താവെ ശ്രദ്ധിക്കുന്ന സ്വർഗത്തിലെ നിയമിതമാക്കപ്പെട്ട യഹോവയായ ദൈവത്തിന് നാമകൽപ്പിച്ച ആമി കർത്താവെ അഗ്നിമയമാകുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം പ്രസ്താവിക്കുവാൻ അങ്ങയുടെ അഭിഷേകകാരിക മക്കളെ ആമി കർത്താവിയ ആമി കർത്താവെ തക്ക സമയത്തേക്ക് കൊണ്ടുവന്നതിനാൽ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ വചനം കർത്താവെ അങ്ങയുടെ അഭിഷേക മക്കളിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ തീ ആമി കർത്താവ് വാരി വിതറുന്ന പോലെ ആ വചനത്തിന്റെ ശക്തി ഓരോ മക്കളുടെയും ഹൃദയങ്ങളിൽ ദൈവം പതിപ്പിച്ചതിനാൽ സ്തോത്രം. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുന്നു കൊടുത്തതിനായി സ്തോത്രം. എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഭാരങ്ങളെയും വചനത്തിന്റെ ശക്തിയാൽ ദൈവം എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. ആമി കർത്താവെ ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ മാറ്റപ്പെടാതായിരുന്നായ കർത്താവെ ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ പാറയെ ഓരോ മക്കളിൽ നിന്ന് കർത്താവെ ശ്രദ്ധിക്കുന്ന പാറയാകുന്ന തടസ്സത്തെ ദൈവം എടുത്തു മാറ്റിയിരിക്കാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നവർ പലവിധങ്ങളായ രോഗങ്ങളാലും ഭാരങ്ങളാലും ദുഃഖങ്ങളാലും നിരാശകളാലും കടന്നു വന്ന മക്കളെ സ്നേഹവാനാകുന്ന സ്വർഗസ്നായ ദൈവത്തിന് നാമകൽപ്പിച്ച അഗ്നിമയമായ വചനത്തിന്റെ ശക്തി തീപോലെ ആളിപ്പുറത്തുകയും കർത്താവെ സകല രോഗങ്ങൾക്കും കർത്താവുന്ന ഭക്തന്റെ ശുശ്രൂഷയിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് വിടുതൽ നൽകുകയും ആമേ കർത്താവ് പുത്തൻ ശക്തി ദൈവമായി കർത്താവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന ദൈവത്തിനെ സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുന്നു ആസ്വദിക്കുന്നു. അങ്ങയുടെ അഭിഷേക ഭക്തനെ കർത്താവ് സമൃദ്ധിയായി തുടർന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തീയായി കർത്താവെ അങ്ങയുടെ തീയുടെ അഭിഷേക
അനുഗ്രഹിക്കപ്പെട്ട നാവായി കർത്താവിന്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കപ്പെടാകണമേ. നമ്മുടെ വീര്യം പ്രവർത്തിക്കുന്ന മുഴുവൻ ആമേ കർത്താവെ പരിശുദ്ധ കരങ്ങളിലെല്ലാം ശക്തമായി ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ സഭയായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുമന്ദാസനായി സ്തോത്രം. കർത്താവെ വീട്ടിൽ ആമേ കർത്താവെ ഹല്ലേലൂയ ലീഡ് ചെയ്യുവാനും ആമേ കർത്താവെ ശ്രദ്ധിക്കുന്ന ദൈവസന്നിധിയിൽ മുട്ടിൽ വരെ അനുഭവത്തേക്ക് നോക്കി കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവിക നിർദ്ദേശപ്രകാരം ദൈവം അനുവദിക്കപ്പെട്ട കർത്താവിന്റെ അഭിപ്രായ ഭക്തന്മാരെ കർത്താവിടെ കൂട്ടി വരുത്തുകയും ആമേ കർത്താവെ ഹൃദയ സ്വർഗം തന്നെ ചാർന്ന രീതിയിൽ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടി ആമേ കർത്താവ് ഞങ്ങളെ ആമേ പുത്തൻ ആമേ ശക്തിയോടെ ഞങ്ങളെ പുതുക്കം പ്രാപിച്ച അനുഭവത്തിൽ കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. കടന്നു കർത്താവെ സകല ശിശുക്കളായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ പാട്ടുപാടി കർത്താവിനെ ബോധപ്പെടുത്തി ആമേ കർത്താവിനെ ക്ഷണിക്കുന്നു. സഹോദരനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കുന്നതാകണമേ. കർത്താവെ ഇന്ന് പകൽക്കാലം ആമേ കർത്താവെ ആഹാരം ആമേ കർത്താവെ സ്പോൺസർ ചെയ്യുന്ന ആമേ കർത്താവ് പ്രിയ സഹോദരിയെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുന്നു. ആ കുഞ്ഞിന് മേൽ പുത്തൻ അഭിഷേകം സ്വർഗം തുറന്ന് അങ്ങയുടെ സാന്നിധ്യം ആ കുഞ്ഞിന് മേൽ ഇരിക്കുമാറാകണമേ. അങ്ങയുടെ സാന്നിധ്യത്തോടുകൂടി നമ്മളെ ഐക്യമാറാകണമേ. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകണമേ കർത്താവേ. ആമേ കർത്താവ് എന്ന ദിവസങ്ങളിൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ വിടുതൽ സാക്ഷ്യമായി പറയാൻ തക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തുവാനാകണമേ. കർത്താവെ ഈ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളായിരിക്കുന്ന ആമേ കർത്താവെ ഓരോ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എല്ലാവരും കർത്താവെ ഈ മക്കളുടെ കടന്നു വന്നത് മുഖാന്തരം ആമേ കർത്താവെ ക്ഷണിക്കുന്നപ്പ അവർക്കും വലിയ വിടുതലായി തീരുവാൻ സ്വന്തം സഹായിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ ക്ഷണിക്കുന്നപ്പ ഈ പ്രിയപ്പെട്ടവരെ ആമേ കർത്താവെ ഇവിടുത്തെ സുവിശേഷം ഇവിടെ നടക്കുന്ന സുവിശേഷ ആമേ കർത്താവെ ക്ഷണിക്കുന്നപ്പ ഹല്ലേലൂയ ആമേ കർത്താവെ നന്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും അവര് ആ കർത്താവെ വ്യക്തികളെ കൂട്ടിവരുത്തുവാനും വലിയൊരു സമൂഹം ആമേ പ്രാർത്ഥന പങ്കെടുക്കുവാനും വലിയൊരു വിടുതലിന് ആമേ കർത്താവെ ഈ ദേശത്തിന്റെ വലിയൊരു വിടുതലിന് കാരണമാക്കി തീർക്കണമേ. അങ്ങയുടെ അഭിഷിക്ത ഭക്തൻ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ ആസക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ആലോചന പ്രകാരം കർത്താവിനെ ആത്മാവിൽ സത്യനും ആരാധിപ്പാൻ ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ജനത്തെ ആമേ കർത്താവ് കൂട്ടിവരുത്തി ആരാധിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവെ ആമേ കർത്താവെ ക്ഷണിക്കുന്ന ഘട്ടകത്തിലായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ സ്വർഗത്തിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. അങ്ങയുടെ അഭിഷേകത്തിന്റെ വിലപ്പെട്ട ഉദ്യമത്തെ കർത്താവ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാനാകണമേ. പ്രിയ കുഞ്ഞുമൻ പറഞ്ഞ കുടുംബത്തെ കുഞ്ഞുങ്ങളിൽ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനം മുഖാന്തരം ദേശം മുഴുവൻ അന്ധകാരത്തിലായിരിക്കുന്ന കർത്താവെ ആസ്വദിക്കുന്നു ജനം അത്ഭുത പ്രകാശങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈ ദേശം പട്ടണങ്ങൾ വെടിവെക്കപ്പെടുവാൻ സ്വന്തം സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി കർത്താവ് നന്ദി പറയുന്നു. അപൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കാൻ നന്ദി. മഹത്വം കർത്താവേ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവനാമേവരോടും ഇന്ന് സംസാരദാസനോടും ലോകം പാർശ്വത്തോടുകൂടി ഇരിക്കുമാറാകട്ടെ. ജയനഗരത്തിൽ സ്തോത്രം നികരറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭക്ഷണം കഴിച്ച് കടന്നു പോകാം.